കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖം ആര് എന്ന് ചോദിച്ചാൽ നിരവധി ഉത്തരങ്ങളുണ്ട്. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും അങ്ങനെ നിരവധി പേർ. എന്നാൽ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ മുഖം ആര് എന്ന ചോദ്യത്തിന് പ്രധാനമായും KC വേണുഗോപാൽ കഴിഞ്ഞാൽ ശശി തരൂർ തന്നെയാണ്, അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം എന്ന് വേണമെങ്കിലും പറയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ കോൺഗ്രസിന്റെ അഭിപ്രായമായി കൂടി കണക്കാക്കുന്ന ചില സാഹചര്യങ്ങളും ദേശീയ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും ഉണ്ടാകാറുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി അദ്ദേഹം നടത്തിയ പല അഭിപ്രായങ്ങളും അദ്ദേഹത്തിന് തന്നെ പാർട്ടിയിൽ നിന്ന് താക്കീത് ലഭിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ അഭിനന്ദിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ചില പ്രതികരണങ്ങൾ പാർട്ടിക്ക് വിജയിക്കുവാനുള്ള സാഹചര്യങ്ങൾ കേരളത്തിലുള്ളപ്പോൾ അതിന് മങ്ങലുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു വാദം കോൺഗ്രസ് നേതൃത്വമെല്ലാം മുൻപോട്ട് വെച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ പുതിയ KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ് ചുമതലയേറ്റെടുത്തതിന് ശേഷം ദേശീയ തലത്തിൽ ശശി തരൂരിന് പുതിയ താക്കീത് ലഭിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഡോക്ടർ ശശി തരൂരിന് വീണ്ടും നേതൃത്വത്തിന്റെ താക്കീത് ലഭിച്ചിരിക്കുകയാണ്. ഇന്ത്യ പാക് സംഘർഷത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷം നടത്തിയ പ്രതികരണങ്ങളുടെ പേരിലാണ് ദേശീയ നേതാവും ലോക്സഭാ അംഗവുമായ ശശി തരൂരിനെ കോൺഗ്രസ് താക്കീത് ചെയ്തത്. മൂന്നാം കക്ഷി ഇടപെടലിലാണ് വെടിനിർത്തൽ ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമായിരിക്കെയാണ് സർക്കാരിന് അനുകൂലമായ പ്രതികരണം അദ്ദേഹം നടത്തിയതെന്ന പേരിലാണ് ശശി തരൂരിനെ പാർട്ടി നേതൃത്വം താക്കീത് ചെയ്തത്. തരൂരിൻ്റെ ആവർത്തിച്ചുള്ള പ്രതികരണം പാർട്ടി നിലപാടിന് വിരുദ്ധമാണെന്ന് ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് ചേർന്ന മുതിർന്ന നേതാക്കളുടെ യോഗം ശക്തമായി വിമർശിച്ചു. വെടിനിർത്തലിന്റെ കാരണങ്ങൾ എന്താണെന്നതിൽ അവ്യക്തത നിലനിൽക്കെ ശശി തരൂർ നടത്തിയ പ്രതികരണങ്ങൾ എല്ലാ പരിധിയും മറികടന്നുള്ളതാണെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. ഐക്യരാഷ്ട്രസഭയിലും മറ്റും പ്രവർത്തിച്ചിട്ടുള്ളയാളെന്ന നിലയിൽ ശശി തരൂരിന് അതിർത്തി സംഘർഷത്തിന്റെ കാര്യത്തിൽ വ്യക്തിപരമായ പല അഭിപ്രായങ്ങളും കാണാം. എന്നാൽ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയുവാനുള്ള സമയമല്ലെന്ന് കോൺഗ്രസ് നേതൃത്വം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതമായ സമിതിയിലെ അംഗമെന്ന നിലയിൽ പാർട്ടിയുടെ അഭിപ്രായമാണ് തരൂർ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കേണ്ടതെന്നും നേതാക്കൾ നിർദ്ദേശവും നൽകി. ഇന്ത്യ പാക് സംഘർഷത്തിൽ തരൂർ നടത്തിയ പ്രതികരണങ്ങൾ പാർട്ടി നിലപാടിന് വിരുദ്ധമാണ്. അങ്ങനെയായിരുന്നു യോഗത്തിന്റെ പൊതുവികാരം. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് താക്കീത് ലഭിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതിരോധ സെക്രട്ടറി മാർക്കോ റൂബിയോയും എക്സിൽ കുറിപ്പിട്ട ശേഷമാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ വെടിനിർത്തലിന് ധാരണയായെന്ന വിവരം ലോകമറിഞ്ഞത്. കശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ പാടില്ലെന്ന സിംല കരാറിന്റെ ലംഘനമായാണ് ട്രംപിന്റെ മധ്യസ്ഥതയെ കോൺഗ്രസ് വിമർശിച്ചത്. എന്നാൽ വെടിനിർത്തൽ വിഷയത്തിൽ സർക്കാരിനെ കൊണ്ട് ഉത്തരം പറയിക്കാൻ കോൺഗ്രസ് വിമർശനം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ ശശി തരൂർ ഒരു രക്ഷകനായി അവതരിക്കുന്നു. 1971 ഇന്ദിരാഗാന്ധി സ്വീകരിച്ച നിലപാടും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈക്കൊണ്ട നിലപാടിനെയും പരസ്പരം താരതമ്യം ചെയ്യാൻ ആകില്ലെന്നായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം. വെടിനിർത്തലിനെ കുറിച്ച് കോൺഗ്രസ് സർക്കാരിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കെ പ്രവർത്തക സമിതി അംഗത്തിൽ നിന്ന് നീണ്ട സഹായഹസ്തം കേന്ദ്ര സർക്കാരിന് പിടിവള്ളിയായി എന്നുള്ളത് വാസ്തവമാണ്. കോൺഗ്രസ് നേതാവെന്ന് മാത്രമല്ല, നയതന്ത്ര കാര്യങ്ങളിൽ വൈദഗ്ധ്യമുള്ള ആളെന്ന തരൂരിന്റെ പ്രതിച്ഛായയും മോദി സർക്കാരിന് രക്ഷാകവചമായി. കോൺഗ്രസ് നേതാവ് ഇന്ദിരാഗാന്ധി കശ്മീർ വിഷയത്തിൽ സ്വീകരിച്ച ധീരമായ നിലപാടുകൾ ആവർത്തിക്കുമ്പോഴുള്ള തരൂരിന്റെ പ്രതികരണം അക്ഷരാർത്ഥത്തിൽ പാർട്ടിയെ വെട്ടിലാക്കുകയാണ്. പ്രവർത്തക സമിതി അംഗവും കേരളത്തിൽ നിന്നുള്ള MP-യുമായ ശശി തരൂരിനെ മുതിർന്ന നേതാക്കളുടെ യോഗം താക്കീത് ചെയ്തെന്ന വാർത്ത KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് സ്ഥിരീകരിച്ചു. വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം മറുപടി പറഞ്ഞിട്ടുണ്ടെന്നും ശശി തരൂരിന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിനല്ല പ്രാധാന്യമെന്നും സണ്ണി ജോസഫ് പ്രതികരിക്കുകയും ചെയ്തു. വെടിനിർത്തൽ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം നിലപാട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നും സണ്ണി ജോസഫ് ചൂണ്ടിക്കാട്ടി. അതിർത്തിയിലെ സംഘർഷം നിയന്ത്രണാതീതമായ ഘട്ടത്തിലാണ് നമ്മൾ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. സമാധാനം നമുക്ക് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. 1971 സാഹചര്യവും 2025 സാഹചര്യവും വ്യത്യസ്തമാണ്. രണ്ട് സാഹചര്യങ്ങളും തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ട്. ഇന്ത്യ സമാധാനം അർഹിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് സഹിച്ചു കഴിഞ്ഞു. ഭീകരതയെ നമുക്കൊരു പാഠം പഠിപ്പിക്കേണ്ടതുണ്ട്. ഇതായിരുന്നു ശശി തരൂരിൻ്റെ പ്രതികരണത്തിൻ്റെ പൂർണ്ണരൂപം. ഇതാദ്യമല്ല ശശി തരൂരിൻ്റെ പ്രതികരണങ്ങൾ കോൺഗ്രസിന് തലവേദനയായി മാറുന്നത്. നേരത്തെ CPM-നും BJP-ക്കും അനുകൂലമായ പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് കോൺഗ്രസിനെ വെട്ടിലാക്കുകയും ചെയ്തു. പ്രതികരണങ്ങളിൽ രാഷ്ട്രീയ ശ്രദ്ധ പുലർത്താതിരിക്കുന്ന തരൂർ കണക്കിലെടുക്കുന്നത് വിശ്വപൗരൻ എന്ന തരത്തിലുള്ള സ്വന്തം പ്രതിച്ഛായ മാത്രമാണ്. ഇതാണ് കോൺഗ്രസ് നേതൃത്വത്തിനെ താക്കീത് നൽകാൻ നിർബന്ധിതമാക്കിയത്. പക്ഷേ ഇവിടെ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നിരന്തരമായി പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവ്,
അത് ദേശീയ നേതാവാണെങ്കിൽ പോലും പാർട്ടി നിലപാടുകളല്ലാത്ത കാര്യങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ട് പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് താക്കീതിൽ മാത്രം ഒതുക്കുന്നു എന്ന ചോദ്യം. ആ ചോദ്യത്തിന് മറ്റൊരു വിവാദപരമായ ഉത്തരം കൂടി ഉയർന്നു വരുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: ശശി തരൂരിനെതിരെ വിരൽ ഞൊടിച്ചാൽ, ശശി തരൂരിനെതിരെ വിരൽ ചൂണ്ടിയാൽ അത് കോൺഗ്രസിന് അതിലും വലിയ ബുദ്ധിമുട്ടായി മാറും. അദ്ദേഹം കോൺഗ്രസ് വിട്ടു പോയാൽ BJPക്ക് കൈകൊടുക്കുവാനുള്ള സാധ്യത ഏറെയാണ് എന്ന വാർത്ത, വിവാദപരമായ ചില വിമർശനങ്ങളൊക്കെ നേരത്തെ മുതലും ഉയരുന്നുണ്ട്, ഇപ്പോഴുമുണ്ട്. അത്തരത്തിലൊരു ഭയം കോൺഗ്രസിനുണ്ട് എന്ന് തന്നെ പറയാം. കോൺഗ്രസ് ശശി തരൂരിനെ മാറ്റി നിർത്തിയാൽ, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ അദ്ദേഹം BJPക്ക് കൈകൊടുക്കും. ഒരുപക്ഷെ BJPയിലേക്ക് പോകുവാനുള്ള അദ്ദേഹത്തിൻ്റെ തന്ത്രപരമായ നീക്കത്തിൻ്റെ ഭാഗം കൂടിയാണോ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ, പരാമർശങ്ങൾ, അഭിപ്രായങ്ങൾ എന്നുകൂടി പോലും പലരും പറയുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് താക്കീത് നൽകി ഒതുക്കിയിരുത്തുന്ന ശശി തരൂർ കോൺഗ്രസിന് തലവേദനയാണെങ്കിൽ പോലും പടിയടച്ച് പിണ്ഡം വയ്ക്കാൻ കോൺഗ്രസിന് സാധിക്കില്ല. ആ ഭയം കോൺഗ്രസിനുള്ളിൽ ഉണ്ട് എന്നത് വാസ്തവമാണ്.